മീ ടേസ്റ്റ് ആൻഡ് ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരി ബാഗാണ്. അതിന് ആവശ്യമായ തുണിയുടെ നീളം 20 ഇഞ്ച്, വീതി 18 ഇഞ്ച്. നീളം 20, വീതി 18. ഇതുപോലത്തെ 2 പീസ് എടുക്കുക. പിന്നെ നമുക്ക് 2 ലൈനിങ്ങിൻ്റെ തുണി സെയിം വലുപ്പത്തിലുള്ളത് വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 7 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു ചെറിയ പീസ്. ഇത് പോക്കറ്റ് വെക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 3 ഇഞ്ച് വീതിയും 16 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി. അത് നമുക്ക് പിടുത്തം വെക്കാൻ, ബെൽറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചാക്കാണ്, അരിയുടെ ചാക്ക്. അതും നമ്മൾ എടുത്ത തുണിയുടെ അതേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നതിൻ്റെ കാരണം നമുക്ക് മഴയെല്ലാം പെയ്താൽ, മഴ സമയമാണല്ലോ, മഴക്കാലമാണല്ലോ. അപ്പോൾ മഴയെല്ലാം പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ ഉള്ളിലത്തെ സാധനങ്ങൾ നനയില്ല. അതാണ് ഈ ചാക്ക് വെക്കുന്നത് കൊണ്ട്. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം. ഇഷ്ടമില്ലെങ്കിൽ ചാക്ക് വെക്കണമെന്നില്ല. ലൈനിങ് തുണി ഇട്ട് വെച്ചാലും മതി. സെയിം ആ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. ആദ്യം നമ്മൾ പോക്കറ്റ് വെക്കാമെന്ന് പറഞ്ഞാൽ തുണി എടുത്തിട്ട് സൈഡ് അതിൻ്റെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. ഒരു 4 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബെൽറ്റിൻ്റെ തുണി എടുത്ത് ഇതുപോലെ മടക്കി തയ്ക്കുക. പിന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് അത് 2ആയി ഫോൾഡ് ചെയ്ത് അത് താഴേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ പോക്കറ്റ് വെക്കാനാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു 4 ഇഞ്ച് സൈഡിലോട്ട് മാർക്ക് ചെയ്ത് പോക്കറ്റ് ഒരു സൈഡ് വിട്ടിട്ട് ബാക്കി 3 സൈഡും സ്റ്റിച്ച് ചെയ്യുക. സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻട്രൽ ഒരടിയും കൂടി ചെയ്ത് കൊടുക്കുക. പോക്കറ്റ് 2 പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്റ്റിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2 പോക്കറ്റായി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ നല്ല തുണി എടുത്ത് അതിനെ 2 ആയിട്ട് മടക്കിയിട്ട് ഇതിൽ 6 ഇഞ്ച് എടുത്ത് ഇത് നമുക്ക് ആ ബെൽറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. മാർക്ക് ചെയ്ത സൈഡിൽ നമ്മൾ തയ്ച്ച ബെൽറ്റ് അതിനെ നല്ല പുറത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡിലും സെയിം മാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കുക. പോക്കറ്റ് വെച്ച ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തത് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 1 ഇഞ്ചാക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. മുകളിൽ 1/2 ഇഞ്ച് താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അറ്റെല്ലാം ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. പിന്നെ അത് മറച്ചെടുക്കുക. അതിനുശേഷം അത് പതിച്ച് വെച്ച് തയ്ക്കുക. അത് കഴിഞ്ഞ് 1 ഇഞ്ച് താഴെയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങും നല്ല തുണിയും നമ്മുടെ ചാക്കും കൂടി 3 കൂടി ഒരുമിച്ച് പിടിച്ച് തയ്ച്ചു കൊടുക്കുക. പിന്നെ 3 സൈഡും അങ്ങനെ തയ്ച്ചു കൊടുക്കുക. സൈഡിൽ തയ്ച്ചു കൊടുത്തതിന് ശേഷം മറ്റേ പീസും കൂടി എടുത്ത് കഴിച്ച് അതിൻ്റെ അടിഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അടിയിൽ സ്റ്റിച്ച് ചെയ്ത സ്ഥലത്തിൻ്റെ മുകളിലേക്ക് 2 ഇഞ്ച് എടുക്കുക. അതിൻ്റെ താഴോട്ട് 2 ഇഞ്ച് 2 സൈഡിലും അങ്ങനെ മാർക്ക് ചെയ്യുക. അത് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നമ്മൾ മാർക്ക് ചെയ്ത 2 സൈഡും സ്റ്റിച്ച് ഉള്ളിലാക്കി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കും. ഫോൾഡ് ചെയ്ത് പിടിച്ച് ഒരേ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ സൈഡ് ഭാഗം കുറച്ച് ഫിനിഷിങ്ങായി തയ്ച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ 3 ഇഞ്ച് വീതിയുള്ള ഒരു തുണി എടുക്കുക. കുറച്ച് നീളത്തിൽ ഇതുപോലെ 3 ഇഞ്ച് വീതിയുള്ള ഒരു തുണിയെടുത്ത് ഫോൾഡ് ചെയ്ത് സൈഡിൽ ഇങ്ങനെ വെച്ച് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്ന പോലെ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് മറുപുറത്തേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് ഭാഗം നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
നമ്മുടെ ക്യാരി ബാഗ് റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ 2 പോക്കറ്റും വെച്ചിട്ടുണ്ട് നമ്മൾ. മഴയത്തെല്ലാം കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ക്യാരി ബാഗാണ്. എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണാം.